ഹായ് ഓൾ, ഈ റീഡിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾക്കാണ്. നമുക്ക് ആദ്യം നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കാം. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ബ്ലോക്കേജ് എന്താണെന്ന് നോക്കാം. സോ ടാരോ കാർഡ്സിൻ്റെ ഒരു അഡ്വൈസ് നോക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ ചോദിച്ചപ്പോൾ നമുക്ക് കാർഡ് വന്നത് ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഏസ് ഓഫ് സോർഡ്സ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഒരു കാർഡാണ്. പ്രത്യേകിച്ചും ഇത് നമ്മളുടെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കിപ്പോൾ പുതിയൊരു ഐഡിയ മനസ്സിൽ വന്നതായി കാണിക്കുന്നുണ്ട്. ഒരുപാട് ലൈഫിൽ ചലഞ്ചസ് ഫേസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു സക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പുതിയ ഐഡിയ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്കേജ് ആയിട്ട് വന്ന് നിൽക്കുന്നത് 7 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾക്കിവിടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി കാണാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് നിങ്ങളുടെ ഒരു ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ തന്നെ ചിന്തകളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു ബ്ലോക്കേജ് നിങ്ങൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് വളരെ ചാൻസ് കുറവാണ്. സോ അതുകൊണ്ട് നിങ്ങളുടെ ഈ ബ്ലോക്കേജ് നിങ്ങൾ മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം യൂണിവേഴ്സ് നമ്മളോട് അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൺഫ്യൂഷൻസൊക്കെ മാറ്റിയതിന് ശേഷം, നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റി ചിന്തിച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ്. ഒരു സ്ട്രോങ് ഡിസിഷൻ തന്നെ എടുത്ത് മുന്നോട്ട് പോകണമെന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓവർ തിങ്കിങ്ങൊക്കെ അവസാനിപ്പിക്കാനുള്ള ഒരു സമയമായി യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ട ടൈമാണ്. സ്ട്രോങ് ഡിസിഷൻ എടുത്തതിന് ശേഷം മുന്നോട്ട് അതിനനുസരിച്ച് പോയാൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കൺഫ്യൂഷനിൽ തന്നെ നിൽക്കും എന്നാണ് പറയുന്നത്. സോ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എടുത്തതിന് ശേഷം നിങ്ങൾ സ്ട്രോങ് ഡിസിഷൻ ഉടനെ തന്നെ എടുത്ത് മുന്നോട്ട് പോവുക. സോ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഈ ഒരു അഡ്വൈസ് വളരെ യൂസ്ഫുള്ളാണ്. സോ ഡിസിഷൻ എടുക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം ഡിസിഷൻ എടുക്കുക, മുന്നോട്ട് പോവുക.